ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രതിഭ. എല്ലാവർക്കും രാമായണ മാസത്തിലേക്ക് ഏവർക്കും സ്വസ്വാഗതം. ഇന്നലെ ആയിരുന്നു നമ്മുടെ 1-ാം തീയതി, എങ്കിലും ഇന്ന് 2-ാം തീയതി ആയി. അപ്പോഴാണ് എനിക്കൊരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. എന്തായിരുന്നാലും ഓരോ തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇച്ചിരി തിരക്കിലായിരുന്നു. അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ വലിയ മേക്കപ്പൊക്കെ ഇട്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ വലിയ റീച്ചും ആവുന്നില്ല, ആരും വലിയ ശ്രദ്ധ ഒന്നും അതിനകത്ത് വരുന്നില്ല. അപ്പം ഞാനിപ്പം എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന രീതിയിൽ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഈ കൃഷിയൊക്കെ ചെയ്യാൻ താല്പര്യമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കുഞ്ഞൊരു മുളക് തൈയെങ്കിലും നട്ടുപിടിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളല്ലേ. അപ്പം അവർക്ക് അതുമല്ല, ചെറിയ ചെറിയ ഇച്ചിരി ഇടവേ ഉള്ളൂ, നമുക്ക് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും നട്ടുപിടിപ്പിക്കണമെന്ന് വെച്ചാലും പറ്റുന്നില്ല എന്നും പറഞ്ഞിട്ട്, പിന്നെ കുറച്ച് വസ്തുവുള്ളവർക്ക് ഈ അതിരിൽ ചെമ്പരത്തി നട്ടുപിടിപ്പിക്കാൻ താല്പര്യമില്ല. അപ്പം നമുക്കതിനകത്തുനിന്ന് പൂവും കിട്ടും. നമുക്ക് 2 ഉപയോഗം. ചെമ്പരത്തിയൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ പൂവും കിട്ടും, താളി ഉണ്ടാക്കാം, എണ്ണ കാച്ചാനെടുക്കാം. നമുക്ക് വിളക്ക് കത്തിക്കുന്ന ഹിന്ദുക്കളാണെങ്കിൽ വിളക്ക് കത്തിക്കാൻ, അങ്ങനെ ഒരുപാട് ഉപയോഗം ഉള്ളൊരു സാധനം ചെമ്പരത്തി എന്ന് പറയുന്നത്. ഇതുപോലെ നട്ടുപിടിപ്പിച്ച് വിടുകയാണെങ്കിൽ നന്നായിരിക്കും. ഇതിലെന്താ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പന്തലിടേണ്ട കാര്യമില്ല. ഇതുണ്ട് നിത്യവഴുതന. ഇതുപോലെ എനിക്കാണെങ്കിൽ ഇത് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ 2-3 തൈയാണ്. അതിനിവിടെ കൊണ്ടുവന്ന് ഞാനിങ്ങനെ നട്ട് പിന്നെ ഈ ആട്ടരം നമ്മുടെ കയ്യിലുണ്ടായതുകൊണ്ട്, നമുക്ക് ആടുണ്ടായിരുന്നു. അപ്പോൾ ആടുള്ളതുകൊണ്ട് അതിൻ്റെ ആട്ടരം ആണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടോ, നല്ല പുഷ്ടിയുള്ള ഇലയായിട്ട് തന്നെ അത് ഇങ്ങനെ വളർന്ന് ഇത്രത്തോളം എത്തി. ഞാനൊരു കൊച്ചു കയറ് അതിന് ഇട്ടിട്ടുണ്ട്. നമ്മുടെ അയയാണ്, ആ അയയിൽ തന്നെ ഞാൻ ചുറ്റിവിട്ടിട്ട് ഇവിടെ ഈ ചെമ്പരത്തിയിലോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു പന്തലോ ഒന്നിൻ്റെ ആവശ്യമില്ല. പിന്നെന്ന് പറയുന്നതാണ്ട്, എനിക്ക് പടവലം, ഞാൻ ഈ പച്ചക്കറി കൃഷി വിൽപ്പന ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പച്ചക്കറിയുടെ ഇത് കൊണ്ടുവന്നിട്ട് ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ കൊണ്ടുവന്ന് വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് കളഞ്ഞ സമയത്ത് അതിൻ്റെ വിത്ത് വീണ് കിളിച്ച് ഒരു പടവലം ഇതുണ്ട്. ഇല്ല, ചെറിയ പടവലം ഉണ്ടല്ലോ, വലിയ പടവലം അല്ല, കുഞ്ഞു പടവലം. ആ പടവലം നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിന്, എന്തിനാ വലിയ ആനപ്പടവലമൊന്നും വേണ്ടല്ലോ, കുഞ്ഞു കുഞ്ഞു പടവലം, അതിൻ്റെ തൈയാണ് ഇത്. അതിനെ കൊണ്ടുവന്ന് നട്ട് ഇതിലോട്ട് തന്നെ ചെമ്പരത്തിയിലോട്ട്, ഇതുണ്ട് ചെമ്പരത്തി, ഇതിലോട്ട് തന്നെ പടർത്തി വിട്ടു. അതിൻ്റെ ഇഷ്ടാനുസരണം അത് എങ്ങനെ പോകും. ഇപ്പം മഴ ആയതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട് കേട്ടോ. എല്ലാം അതിൻ്റെ അതിൻ്റെ പൂക്കളും നശിച്ചു പോകുന്നൊരു അവസ്ഥയുണ്ട്. ഇതുണ്ട്, അതിനകത്ത് പൂ പിടിച്ചിരിക്കുന്നുണ്ട്, പൂ വീണ് തുടങ്ങി. അപ്പോൾ ഈ പൂ എങ്ങനെയെങ്കിലും വീണ് നല്ല രീതിയിൽ കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ ഈ ചൊറി, ചീക്ക, ഇങ്ങനെയൊക്കെയുള്ള വിഷാംശങ്ങളൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ഈ ചീര നട്ടുപിടിക്കുന്നത്. പൊന്നാരി വീരൻ, പൊന്നാൻ തകര എന്നൊക്കെ പറയുന്നത് ആ ചീര. പിന്നെ ഞാനാണെങ്കിൽ എനിക്കിച്ചിരി വിത്ത് വേണമായിരുന്നു, ചീര വിത്ത്. ഒരെണ്ണവും നല്ലതൊന്നും കിട്ടുന്നില്ല. അപ്പം നമ്മളിങ്ങനെ കൊണ്ടുവന്ന് മേടിച്ച് ഇട്ട ചീരയൊക്കെ എന്ന് പറയുന്നത് ഈ കുപ്പച്ചീര, വേറെ പല പല ചീരകളുടെ അരി മിശ്രിതമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ചീര മേടിച്ച് കറി വയ്ക്കാൻ. അപ്പം മേടിച്ചപ്പം എനിക്ക് അതിൻ്റെ വേരോട് കൂടിയത് തന്നെ, വേര് മുറിച്ച് നട്ടത് കൊണ്ട് നമുക്ക് കുറച്ച് ചീരത്തൈ ഉൽപ്പാദിപ്പിച്ചെടുക്കാനും അതിൽ നിന്ന് കുറച്ച് വിത്തുകൾ കിട്ടാനും ഒക്കെ ഇടയായി. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ചീരവിത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു മത്തൻ ഇപ്പോൾ ഫ്ലവർ ഇട്ട് തുടങ്ങി. ഇതാണ്ടോ മത്തൻ, ഇതിനകത്തിപ്പോൾ കുഞ്ഞു കുഞ്ഞു പൂക്കൾ. എന്തോ ചാർജർ എടുത്തോണ്ട് പോയോ സാരമില്ല, അതെടുത്ത് കളിച്ചുകൂടാ, ഷോക്ക് അടിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഇത് ഇട്ട് മത്തൻ്റെ കാര്യം പിന്നെ പറയണ്ട. മത്തൻ്റെ ഇലയൊക്കെ മിക്കതും ഞാൻ പിച്ചി തോരനാക്കി അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇപ്പം മത്തനിൽ പൂവൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഞാനിങ്ങനെ
ഇത് കിട്ടിയപ്പം പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട സമയത്ത് അതിൻ്റെ വിത്ത് ഇങ്ങനെ കിട്ടി. അത് കിളിച്ച് വന്നപ്പോൾ ഞാൻ ഇവിടോട്ട് തന്നെ അങ്ങ് നട്ടപ്പം അതിലിങ്ങനെ വന്നിട്ടുണ്ട്. ഓണമൊക്കെ ആകുമ്പോൾ ഒരു മത്തങ്ങയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു നമുക്ക് കറി വയ്ക്കാനായിട്ട്. നാടൻ നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത് കറി വയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു അഭിമാനമല്ലേ. അത് ഒരു ഇതാണ്. പിന്നെ കുറച്ച് ഉണ്ടമുളക്, എൻ്റെ പുന്നാരം മോന് അതിൽ 5-6 ഉണ്ടമുളക് കിടക്കുന്നുണ്ടപ്പോഴത്തേക്ക് അവന് സഹിച്ചില്ല, അവനതിനെ അങ്ങ് പിച്ചിയെടുത്ത്. പിന്നെ ചെറുനാരകം, ഇത് നമ്മൾ നാരങ്ങ പിഴിഞ്ഞ് പിന്നെ കുടിച്ചതിൻ്റെ വിത്ത് വീണ് കിളിച്ചതാണ് ഇത്. ഇതുണ്ടോ, നമ്മളതിനെ നല്ല ഇതാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ബ്ലോക്ക് വഴുതന നിപ്പുണ്ട്. എല്ലാം ഓരോ തൈ വീതം എല്ലാത്തിൻ്റെയും പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് എങ്ങോട്ടെങ്കിലും മാറ്റി നടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടാം. പിന്നെ എനിക്കിച്ചിരി സ്ഥലം പാട്ടത്തിന് എടുത്തിട്ട് എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് നല്ല വിത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പം നിത്യവഴുതന എന്തായിരുന്നാലും ഈ മഴയാണെങ്കിലും അത് എങ്ങനെയൊക്കെയോ പൊന്തി വന്നിട്ടുണ്ട്. നമുക്ക് അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമായിട്ടാ. ഇതുണ്ട്, ഇയാളെ ഞാനിങ്ങനെ പടർത്തി ഈ കമ്പിലൂടെ കയറിലൂടെ ഇങ്ങനെ കയറ്റി വിടുക. അപ്പോൾ ഈ ചെമ്പരത്തിയിൽ പോയി പടർന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ചൊരു പന്തലിടേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യത്തിനുള്ള കായും കിട്ടും, പന്തലും അവർ തന്നെ അത് സ്ട്രോങ് ആയി നിന്നോളും. മഴ വാവേ, മഴ എൻ്റെ മനയല്ല, മഴ ഓ മന. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ, ആയുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. എല്ലാവരും ദൈവത്തിൻ്റെ അനുഗ്രഹവും ഉണ്ടാവട്ടെ. കഷ്ടപ്പാടും ദാരിദ്ര്യം എല്ലാം മാറി എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. അപ്പോൾ ബൈ.